ആർട്ട് ആൻഡ് അഷ്റഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയൊക്കെ ഫ്ലെക്സ് ബാനർ ഡിസൈനിങ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു വേർഡ് ഫയലാണ് നമ്മൾ വർക്കിനകത്ത് ഉപയോഗിക്കേണ്ട മാറ്ററുകൾ ഉള്ളത്. നമ്മളിവിടെ ടൈപ്പിറ്റ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ കണ്ട ആ ഒരു വേർഡ് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഒരു വേർഡ് ഫയലിനകത്തുള്ള ടെക്സ്റ്റുകളെല്ലാം ടൈപ്പിറ്റ് എന്ന സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ വർക്കിനകത്ത് ഉൾപ്പെടുത്തേണ്ട എല്ലാ മാറ്ററുകളും ഉണ്ട്. വർക്കിനകത്ത് ഉൾപ്പെടുത്തേണ്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ഇതിനകത്തുള്ള പ്രധാന ടെക്സ്റ്റ് തിറ മഹോത്സവം എന്നുള്ള ഈ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പോഗ്രാഫി ആയിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത്തരം ടൈപ്പോഗ്രാഫി നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കി വെക്കണം. നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പോഗ്രാഫി കളക്ഷനിൽ നിന്നോ അത് കണ്ടെത്താവുന്നതാണ്. ഇവിടെ ഈ ക്രിയേറ്റ് ന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. നമ്മൾ ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും ഇഞ്ചസിലാണ്. അതായത് നമ്മൾ 10, 12, 10, 20 ഇങ്ങനെയുള്ള അടിക്കണക്ക് അല്ലെങ്കിൽ ഫീറ്റ് കണക്കിനുള്ള അളവുകൾ നമ്മൾ ഇഞ്ചസിലാക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് 12 ഫീറ്റ് എന്നുള്ളത് ഇഞ്ചസിലേക്ക് മാറ്റുകയാണ്. 12 × 12. അപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കിട്ടിയിട്ടുണ്ട്. 144 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നമ്മുടെ ഫീറ്റ് കണക്കിലുള്ളത് ഇഞ്ചസിലേക്ക് ആക്കിയിട്ട് നമ്മളിവിടെ ഹൈറ്റ് കൊടുക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. ഇത് ഒട്ടും അറിയാത്തവർക്കായിട്ട് ഇതേ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാവുന്നതാണ്. അതായത് ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 10 ഫീറ്റ് ആണെങ്കിൽ നമുക്കറിയാം 120 ഇഞ്ചായിരിക്കും. ഇനി നമ്മളിവിടെ റെസൊല്യൂഷൻ 72 കൊടുക്കുന്നത്. കളർ മോഡ് പ്രിൻറ്റിങ് ആവശ്യങ്ങൾക്കുള്ളത് ആയതുകൊണ്ട് CMYK മോഡിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വർക്കിനകത്ത് പ്രധാനമായിട്ടും ഒരു ആനയുടെ ചിത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ആനയുടെ ചിത്രം നമ്മൾ ആദ്യമേ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ചിത്രം നമ്മുടെ വർക്കിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രം നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചതാണ്. അതിൻ്റെ ക്ലാരിറ്റിയിൽ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമേജ് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ചിത്രം ഒന്ന് LR ചെയ്ത് വെക്കുന്നു. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബാക്ക്ഗ്രൗണ്ടിന് കളർ ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വഴി കളർ ചെയ്യുകയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡായിട്ടുള്ള ഒരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ ഒരു ഇമേജ് ആവശ്യമാണ്. ഞാനിവിടെ ഒരു സ്കൈയുടെ ഇമേജാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വർക്കിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രീ വെബ്സൈറ്റുകളും പെയ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വെബ്സൈറ്റുകളെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും വലിച്ചു നീട്ടി പറയുന്നില്ല, വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്കൈ ഇമേജാണ്. നമ്മൾ ആ ഒരു ഇമേജ് നമ്മുടെ വർക്കിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ വർക്കിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഒരു ഇമേജ് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വർക്കിനകത്ത് വരിക. ആ ഒരു ഇമേജ് നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്താലും അതിൻ്റെ ഒറിജിനൽ പിക്സൽ ക്ലാരിറ്റിയിൽ യാതൊരു ക്ലാരിറ്റി കുറവും വരുന്നില്ല. ആ ഒരു ഇമേജിൻ്റെ ടോൺ അല്പം ചേഞ്ച് ആക്കുകയാണ്. അതിനായിട്ട് ഫോട്ടോ ഫിൽറ്റർ എന്ന ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഒരു ഇമേജ് ഏത് ടോണിലേക്കും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വഴി നമ്മൾ എഫക്റ്റുകളോ ഫിൽറ്ററുകളോ ഒക്കെ പ്രയോഗിക്കുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്കിനകത്തുള്ള മുഴുവൻ ഒബ്ജക്റ്റുകൾക്കും ആ ഒരു എഫക്റ്റ് ബാധിക്കുന്നതാണ്. ഇവിടെ ടൈപ്പിറ്റിൽ നിന്നും ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. നമ്മൾ യൂണിക്കോഡ് ഫോണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട്
ഇവിടെ ഷിഫ്റ്റ് F4 എന്ന കീ പ്രസ് ചെയ്തിട്ടാണ് ഇത് കോപ്പി ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ പാരഗ്രാഫ് എന്ന ഓപ്ഷൻ വഴി ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് അനേക് എന്ന ഫോണ്ടാണ്. അപ്പോൾ ഇത്തരം ടെക്സ്റ്റുകൾക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരാറുണ്ട്. അത് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപ്പറ്റിയിട്ടെല്ലാം നമ്മുടെ ചാനലിൽ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ആ ഒരു ചെറിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ടെക്സ്റ്റ് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. നമ്മളതൊന്ന് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ടെക്സ്റ്റായിട്ടുള്ള തിറമഹോത്സവത്തിൻ്റെ ഒരു ടൈപ്പോഗ്രാഫി ആവശ്യമാണ്. നമ്മളിവിടെ നമ്മുടെ ടൈപ്പോഗ്രാഫി കളക്ഷനിൽ നിന്നും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമ്മുടെ വർക്കിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരം ടൈപ്പോഗ്രാഫികൾ പിക്സൽ ലെയർ അല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിവിടെ അതിൻ്റെ ഒരു ഡേറ്റ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത്തരം ഡേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പല ഫോർമാറ്റിലും ചെയ്യാൻ പറ്റും. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മറ്റൊരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഫെബ്രുവരി എന്നുള്ളത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വയ്ക്കുന്നു. അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. ഈ 25 എന്നുള്ളത് കുറച്ച് വലിയ സൈസിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വേർഡ് തന്നെ മറ്റു വേർഡിനോട് കൂടെ വായിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കളറുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ ഈ ഫെബ്രുവരി എന്നുള്ളത് വളരെ ചെറുതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ 2 കുത്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടെ വലുതാക്കി കൊടുക്കുന്നു. ഇത്തരം ഡിസൈനുകളിൽ നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം റീഡബിൾ ആയിരിക്കണം. യാതൊരു തരത്തിലും വായിക്കാൻ ആശയക്കുഴപ്പം ഉണ്ടാവരുത്. നമ്മൾ ഈ 25 എന്നുള്ളതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതിൻ്റെ മലയാളം മാസം കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ടെക്സ്റ്റിന് മുകളിലാണ് നമ്മൾ പുതിയ മാറ്റർ പേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഫോണ്ട് ചേഞ്ച് ആവാതിരിക്കാനാണ്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിട്ടുണ്ട്, സ്പീഡായിട്ടുണ്ട്. നമ്മൾ വർക്ക് കൂടുതൽ സൗകര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറും അതിനോട് കൂടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും ഒന്ന് ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ തിറ മഹോത്സവം എന്നുള്ള ലെയറിന് തൊട്ടു താഴെയായിട്ട് നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ന്യൂ ലെയർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
നിലവിലെ ലെയറിന് മുകളിലായിരിക്കും വരിക. ഇനി നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെയറിൽ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രഞ്ചി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ എഡ്ജൊക്കെ ഗ്രഞ്ചി ആയിട്ടുള്ള ഒരു ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനകത്ത് ഒരുപാട് ബ്രഷുകളുണ്ട്. നമുക്കത് പല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട്, പല പൊസിഷനിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഷേപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പിനെ ചെറുതായിട്ടൊന്ന് മോഷൻ ബ്ലർ ചെയ്യുന്നു. ഈ ഒരു മോഷൻ ബ്ലറിൻ്റെ പൊസിഷൻ ഹോറിസോണ്ടൽ പൊസിഷനാണ്. നമ്മളതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പി മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഒരുപാട് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പ്രധാന ടെക്സ്റ്റായിട്ടുള്ള തിറ മഹോത്സവം എന്ന ഈ ഒരു ടൈപ്പോഗ്രാഫി അതിന് കുറച്ച് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് നമ്മൾ ഒരു ഗോൾഡൻ എഫക്റ്റിൽ ഒരു 3D ലുക്കിലേക്കാണ് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്കൊരു ഗോൾഡൻ ഗ്രഞ്ചി ആയിട്ടുള്ള ഒരു എംബോസിങ് 3D എഫക്റ്റാണ് ഈ ഒരു ടെക്സ്റ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ചധികം ലെയേഴ്സും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സും എഫക്റ്റീവ് ലെയേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇത്തരം ടെക്സ്റ്റുകൾക്ക് 3D എഫക്റ്റൊക്കെ കൊടുക്കുന്നതിന് പറ്റിയിട്ട് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒരു യെല്ലോയിഷ് ടച്ചാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ബ്രഷ് ടൂള് എടുക്കുന്നു. ഇനി നമ്മൾ ഈ ആനയുടെ പുറകിലുള്ള ഈ സ്കൈയിൽ നിന്നും ഒരു സൺലൈറ്റ് ഗ്ലെയർ ഇവിടെ നമ്മൾ മാനുവലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു സൺലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ഫീല് ആ ഒരു ഇമേജിന് കൊണ്ടുവരും. നമ്മളൊരു യെല്ലോ ടോൺ അവിടെ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബ്ലെൻഡിങ് മോഡൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ലെയർ നമ്മൾ ഈ ആനയുടെ ഇമേജിന് മുകളിലാണ് വെച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആനയുടെ മുകളിലേക്ക് കൂടി അതിൻ്റെ ഒരു ലൈറ്റ്നെസ് പാസ് ചെയ്യുകയുള്ളൂ. ഇനി ഈ വർക്ക് ഇവിടെ ജസ്റ്റ് സേവ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നേരെ ടൈപ്പിറ്റിലേക്ക് വരുന്നു. ഇതിനകത്ത് ബാക്കിയുള്ള മാറ്ററുകൾ നമ്മൾ യൂണിക്കോഡ് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു. വർക്കിനകത്ത്
പേസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടില്ല. നമ്മൾ പാരഗ്രാഫ് ഓപ്ഷനിൽ പോയിട്ട് അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് ആക്കുന്നു. ആ ഒരു ടെക്സ്റ്റിൻ്റെ കളറൊന്ന് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു റെഡ് ഒരു നല്ല ഓപ്ഷനായിരിക്കും. നമ്മൾ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് നമ്മളൊരു 3 ലൈൻ ആക്കിയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നു. ഇനി അതിൻ്റെ സൈസ് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. നമ്മൾ വർക്കിനകത്ത് ഒരുപാട് ഫോണ്ടുകൾ ഉപയോഗിക്കാതെ 2-3 ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കിന് ഒരു പ്രത്യേക വൃത്തിയും ഒരു യൂണിഫോമിറ്റിയൊക്കെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ആനയുടെ പേര് കൂടെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഈ 2 ലെയർ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനകത്തുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ഷേപ്പ് മാത്രം അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ലെയറും കൂടെ ഒന്ന് മെർജ് ചെയ്യുന്നു. നമ്മൾ ഇത്തരം ഷേപ്പുകളൊക്കെ കോപ്പി ചെയ്യുമ്പോൾ അത് ആദ്യത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചേഞ്ച് കൊണ്ടുവരുന്നത്. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ഇനി ആനയുടെ പേര് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പുതിയ മാറ്റർ പേസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് ഒന്ന് ചെറുതായിട്ട് മാറ്റാം. ഇതിൻ്റെ ഫോണ്ട് നമ്മൾ അനേക് എന്ന ഫോണ്ടിൽ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഈ ഗജവീരൻ എന്ന ഈ ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് Ctrl+X പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെപ്പറേറ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആനയുടെ ഈ പേരിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് വലുതാക്കുന്നു. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. Ctrl+T പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സെലക്ഷൻ ബോക്സ് വന്നതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ചരിക്കാൻ പറ്റും. ഇനി ഈ ഗജവീരൻ എന്നുള്ളത് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാം. നമുക്കിത് ഇവിടെ അങ്ങനെ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സൂട്ടായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അതിൻ്റെ ബാക്കി കൂടെ കോപ്പി ചെയ്തെടുക്കുന്നു. ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്ത് വെക്കാം.
ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു തിടമ്പെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ട് ഒരു തിടമ്പിൻ്റെ ചിത്രം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രഞ്ചി എഫക്റ്റ് ആ ഒരു ടെക്സ്റ്റിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഊട്ടോളി അനന്തൻ എന്നുള്ളത് ഒരൊറ്റ ടെക്സ്റ്റ് ലെയറാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ലെയറിലാണ് ഈ ഒരു ഗ്രഞ്ചി എഫക്റ്റ് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ആനയുടെ ബാക്കിലായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രഞ്ചി സ്മോക്കി എഫക്റ്റ് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളറ് ഇവിടെ വൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആ ബ്രഷിൻ്റെ പൊസിഷൻ ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ അത് പല ആംഗിളിലായിട്ട് ഒരു റാൻഡം എഫക്റ്റിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ മാറ്റർ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് വർക്കിനകത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലീഡിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഗായത്രി എന്നുള്ള ടെക്സ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് കഴിഞ്ഞു. കുറച്ചും കൂടെ ഒന്ന് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കലാസമിതി എന്നുള്ള ടെക്സ്റ്റ് കൃത്യമായിട്ട് അവിടെ സൂട്ടാവും. ഇതിൻ്റെ സൈസ് ഒന്നായിട്ട് കുറക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമ്മളിവിടെ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഒരു 2 ലൈനായിട്ട് മാറ്റാം. ഈ ഒരു താഴ്ഭാഗത്തായിട്ട് അതൊന്ന് ചെറിയ സൈസിലാക്കിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് അവിടെ റീഡബിൾ അല്ല. നമുക്കതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തെങ്കിലും കൊടുക്കുകയോ വേണ്ടി വരും. അതിന് മുമ്പായിട്ട് ഈ ഗായത്രി കലാസമിതി എന്നുള്ള ടെക്സ്റ്റിന് നമുക്കൊരു എഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഫ്ലക്സ് ബോർഡിൻ്റെ ഒരു സ്പോൺസർമാരായിരിക്കാം. അപ്പോൾ അവരുടെ ടെക്സ്റ്റ് നമുക്കൊന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്ന് കളർഫുള്ളാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും എഫക്റ്റുകളും 3D എഫക്റ്റുകളൊക്കെ നമുക്ക്
ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രോസസ്സിങ് ആയതുകൊണ്ട് ഈ വീഡിയോക്കകത്ത് അത് പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല. നമുക്ക് അത്തരം കാര്യങ്ങൾക്കായിട്ട് മറ്റൊരു വീഡിയോ. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് അവിടെ റീഡബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആനയുടെ കളറായിട്ടുള്ള ഒരു ബ്ലാക്ക്നെസ് ആണ് വരുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടെ റീഡബിൾ ആകാൻ വേണ്ടിയിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടെക്സ്റ്റിന് ഒരു വൈറ്റ് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് അത് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ വർക്ക് ഒന്നുകൂടെ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൂരത്തിൻ്റെ എഫക്റ്റിലേക്കൊക്കെ ഈ ഒരു ഡിസൈൻ കൊണ്ടുവരണം. അതിന് നമുക്കൊരു മേളത്തിൻ്റെ ചിത്രം, അതുപോലെ തന്നെ നമുക്കൊരു തിറയുടെ ചിത്രം കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മേളത്തിൻ്റെ ചിത്രം നമ്മളിവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇറേസിങ് ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്കൈ കളറ്, ആ ഒരു മേളത്തിൻ്റെ സ്കൈയുടെ കളർ നമുക്ക് ഇറേസ് ചെയ്ത് കളഞ്ഞാലും മതി. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കളർ പൂർണ്ണമായിട്ട് ഇറേസ് ചെയ്ത് കളയുക. നമ്മൾ ആ ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത കളറിലൊക്കെ അത് ബാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കളർ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇറേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോണ് മാത്രമായിരിക്കും ഇറേസായി പോകുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ വേരിയേഷൻ കൂടെ ഇറേസ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ടോളറൻസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു മേളത്തിൻ്റെ ചിത്രം ഏറെക്കുറെ അവിടെ ഒന്ന് ബ്ലെൻഡായ അവസ്ഥയിലാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു റൈറ്റ് സൈഡ് ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് നമുക്കൊരു തിറയുടെ ചിത്രം കൊണ്ടുവരാം. നമ്മുടെ വർക്കിനകത്ത് മുമ്പ് ചെയ്തൊരു വർക്കിനകത്ത് ഒരു തിറയുടെ ചിത്രമുണ്ട്. നമുക്ക് ഒരു PSD ഫയലാണത്. നമുക്ക് ആ ഒരു ഫയലിൽ നിന്നും ആ ഒരു ചിത്രം നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു ചിത്രം ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഈ ഒരു ഡോക്യുമെൻറ്റ് ബാറിൽ കൂടെ നമ്മൾ ഈ വർക്കിനകത്തേക്ക് അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു തിറയുടെ ചിത്രം ഇവിടെ കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്കെന്തായാലും ഈ ഒരു ഡിസൈൻ ഒരു പൂരത്തിൻ്റെ വൈബിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നത് ഒരു പൂരത്തിൻ്റെ ഒരു വൈബിലേക്ക് എത്തിക്കും. ഇനി ഈ തിറയുടെ ചിത്രം ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നതിന് ശേഷം നമുക്കതിൻ്റെ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് സൈസ് ചെറുതാക്കിയിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഈ ചിത്രത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കാണുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കൂടുതൽ ആളുകൾ, കൂടുതൽ കലാകാരന്മാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാനൊക്കെ ചെയ്യുന്നൊരു രീതിയാണ്. ഇപ്പം നമുക്കൊരു ഫെസ്റ്റിവൽ മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ നിലവിലുള്ള ഇമേജുകൾക്ക് പുറകിലായിട്ട് വളരെ ബ്ലറായ രീതിയിൽ ഒരു ജനക്കൂട്ടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് ആളുകളുള്ള ഒരു വൈബിലേക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു ചിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞാനിവിടെ കുറച്ച് ഒപ്പാസിറ്റിയൊക്കെ കുറച്ചിട്ട് ഇവിടെ കാണും. ഇനി ഇതിനകത്ത് ഈ ഒരു ആനയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് കുറച്ച് ഡാർക്ക് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ള കളറ് ഈ ഒരു പുല്ലിൻ്റെ കളറിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറാണ്. ഒരു യെല്ലോയിഷ് ടച്ച് ആയിട്ടുള്ള ഒരു കളറാണ്. അത് നമുക്കൊരു ഗ്രഞ്ചി ആയിട്ടുള്ള ഒരു ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെ ഒന്ന് ബ്ലർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒന്ന് മിക്സായിട്ട് കിടക്കും. ഇവിടെ നമ്മൾ ഗോഷൻ ബ്ലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മോഷൻ ബ്ലറും കുറച്ച് അപ്ലൈ ചെയ്യുന്നു.
ഇതിൻ്റെ ഒപ്പാസിറ്റി ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.